ഇപ്രാവശ്യം ഞാൻ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അന്നേരമാണ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് വാഴയില ഇരിക്കുന്നു. ഈ ഫ്രഷ് ആയിട്ടുള്ള വാഴയില കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കിട്ടാനില്ല, വല്ലപ്പോഴോ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയ്ക്കും നമുക്ക് ഇഷ്ടം. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വാഴയിലയുണ്ട്, എന്നാൽ അതിൻ്റെ വിലയൊന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇല്ലല്ലോ, അപ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. നേരത്തെയൊക്കെ ഇവിടെ ഫ്രോസൺ വാഴയിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഈ ഫ്രഷ് വാഴയില കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കണം, അടയുണ്ടാക്കണം, ഇങ്ങനെ പല പല ചിന്തകൾ വരും. എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിഴി പെറോട്ടയാണ്. ഈ പെറോട്ടയും ബീഫ് എന്ന് പറയുന്നത് തന്നെ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ പിന്നെ കിഴി പെറോട്ടയാണെങ്കിലോ പറയാനില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കിഴി പെറോട്ടയ്ക്ക് വേണ്ട ബീഫ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 4 പൗണ്ട് ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി അതിന് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇപ്പം നമ്മൾ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് കടുക് വേണം. നമ്മളിത് കടുക് പൊട്ടിച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കടുക് വേണം. പിന്നെ ഒരു വലിയ സവോള, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇത് ഓർഗാനിക് ഇഞ്ചിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഒരു ചെറിയ കഷ്ണം മതി, അതിന് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില വേണം. കറിവേപ്പില ഇല്ലാതെ നമുക്ക് ബീഫ് വെക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ കുറച്ച് കറിവേപ്പിലയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബീഫ് ഉണ്ടാക്കുന്ന കുറച്ച് ഗ്രേവിയോട് കൂടിയാണ്. അതിനുവേണ്ടി കുറച്ച് തക്കാളി വേണം. ഇത് ഒരു തക്കാളി ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തോട് ഇട്ടാൽ നല്ലതായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പൊടി വേണം. ഇത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മുളക് പൊടി വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ടേസ്റ്റ് മേക്കർ, ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബീഫ് നമുക്കങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനകത്തേക്ക് ഇടാം. അതിട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സവോളയും ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുകൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോടെ ഈ സമയത്ത് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായി എല്ലാം ഈ ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചിടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ പൊടിയുടെ ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഈ തക്കാളി എല്ലാം നന്നായിട്ട് സോഫ്റ്റായി വരും, അതുകൊണ്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോൾ നമ്മൾ നോക്കണം ഉപ്പൊക്കെ ശരിയാണോ എന്ന്. പിന്നെ നമ്മൾ ഇച്ചിരി ഗ്രേവി വേണമല്ലോ, അതിന് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 1.5 മണിക്കൂർ എടുക്കും ഇത് നന്നായി വെന്ത് വരാനായിട്ട്. അതിനിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാനിത് വെന്തോ എന്ന് നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതങ്ങ് അടച്ചു വെക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ആറി കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അതിനുശേഷം നമുക്ക് ഇനി നമ്മുടെ കിഴി പെറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാഴയില ഇവിടെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വാഴയില കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയില്ലെങ്കിൽ നമ്മളിത് കിഴി ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്.
അത് നമുക്ക് ഫ്ലെയിമിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാൻ പറ്റും. കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ നമ്മൾ നന്നായി വാട്ടിയെടുത്തിരിക്കുകയാണ്. വാഴയിലൊക്കെ നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 എണ്ണം നമ്മൾ ഒന്നിച്ച് അടുക്കി വെച്ച് വേണം നമുക്ക് ഇത് കിഴി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ആദ്യം നമുക്കൊരു പൊറോട്ട ഇങ്ങനെ അതിൻ്റെ നടുക്കോട്ട് എടുത്ത് വെക്കാം. അതിന് മുകളിൽ നമ്മളൊരു 3-4 സ്പൂൺ ബീഫ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളി ഇതുപോലെ, സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് കൂടി ഈ സമയത്ത് വെക്കാം. ഞാനത് ഇടുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു പൊറോട്ട കൂടി ഇതിന് മുകളിലോട്ട് വെക്കുകയാണ്. അതിൻ്റെ മുകളിലോട്ട് സെയിം ഇതുപോലെ കുറച്ച് ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യാം. ഇതിപ്പോൾ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ 2 എണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് തന്നെ കഴിക്കുമ്പോൾ ഒത്തിരിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നത്. പിന്നെ നേരത്തെ പോലെ കുറച്ച് സവോളയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ കിഴി ഉണ്ടാക്കുകയാണ്. എല്ലാ സൈഡിൽ നിന്നും ഈ ഇല ഇങ്ങനെ കൂട്ടി അങ്ങ് പിടിക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു നാര് കൊണ്ട് കെട്ടാം. ഈ വാഴയുടെ ഇല മേടിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു നാരെടുക്കാം. അതുകൊണ്ട് നമുക്കിങ്ങനെ കെട്ടാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് അങ്ങ് കെട്ടണം. അതിനുശേഷം നമുക്ക് ഇത് 2 തരത്തിലത് ആവി കയറ്റാം. ഒന്നുകിൽ നമുക്ക് നല്ല പാനിനകത്ത് വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ സ്റ്റീമർ, നമ്മുടെ അപ്പച്ചമ്പുണ്ടല്ലോ അതിനകത്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടം ഇതുപോലെ പാനിനകത്ത് വെച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത്. അതവിടെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ വാഴയില വാടിപ്പോവാതെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കിതങ്ങ് അടച്ചു വെക്കാം, ടൈറ്റായിട്ട് തന്നെ. ഇതൊരു 15 മിനിറ്റ് ആവി കയറിയപ്പോൾ ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പുറത്തേക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ ആവിയൊക്കെ വന്ന് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ കെട്ടങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ വാഴയിലയുടെയും പിന്നെ ആ ബീഫും പൊറോട്ടയും ഉള്ളി എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു നല്ല മണമാണ് ഇപ്പോൾ വരുന്നത്. കണ്ടോ, നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് എല്ലാം. ഇതിൻ്റെ അടിയിലത്തെ ലെയറിന് ഇതുപോലെ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കുറച്ചുകൂടി ഉള്ളി അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ സവോളയും ബീഫും എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് കുറച്ചുകൂടി സവോള ഇട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയ പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഒരു ചെറിയ പീസ് ഒരു ലെയറായിട്ടുള്ള പൊറോട്ടയിൽ നിന്ന് ഒരു ചെറുത് നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് ബീഫും ഉള്ളിയും കൂടെ ഇങ്ങനെ എടുത്ത് നമുക്കങ്ങ് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും വീടുകളിൽ ബീഫ് ഉണ്ടാക്കാറുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് പൊറോട്ട ഒന്നുകിൽ അറിയാവുന്നവർ വീട്ടിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. പൊറോട്ട വാങ്ങിച്ച് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, കിഴി പൊറോട്ട എത്ര എളുപ്പം നമുക്ക് ഉണ്ടാക്കാമെന്ന്. വളരെ എളുപ്പമാണ്. തന്നെയുമല്ല, ഇവിടെ കടകളിലൊക്കെ നല്ല ഫ്രഷ് വാഴയില ഇപ്പോൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.